യാരിത് ചവിട്ടും എന്ത് ചവിട്ടും സംതിങ് അബൌട്ട് നമ്മളിങ്ങനെ ബ്രിഡ്ജിനകത്ത് കയറിയേ. ഭയങ്കര പാടാണ്. രാവിലെ എണീച്ചു. എന്റെ ഹെയർ കട്ട് ഒക്കെ നൈസ്. A few moments later. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ലൈക്ക് സ്റ്റെപ്പിൽ വന്നു. ഇപ്പം സമയം എത്ര? എത്രയായി? 4:14. ഞങ്ങളിപ്പോൾ സ്റ്റെപ്പിൽ വന്നു. ഇവിടെ 5 മണിക്ക് കയറണം. പക്ഷെ അതിന് മുന്നേ ഞങ്ങൾ ഫുള്ള് കാണാൻ പോകാം. നല്ല വ്യൂ ആണ് ഗൈസ്. യാരിത് നമ്മളിപ്പോ റിവർ ഫ്രണ്ട് എത്തി ഗുജറാത്തിൽ. റിവർ കണ്ടില്ല ഗൈസ്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യൂ. വാഗാ ബോർഡർ. ഹായ് ഗായ്സ്, നമ്മൾ തിരിക്കുന്നു സൈക്കിൾ ഓടിക്കാൻ. പക്ഷെ സൈക്കിളെല്ലാം താഴെയല്ല ഗൈസ്, നമ്മൾ ബ്രിഡ്ജ് കാണാനാണ് ആദ്യം പോകുന്നത്. അതെ അതെ, എന്നിട്ട് നമ്മൾ താഴെ ഇറങ്ങും. അതെ അതെ, ആർദ്രയുടെ ഔട്ട്ഫിറ്റിന്റെ ബാക്ക് നോക്കി. അതെ, ഇപ്പൊന്നും കാണത്തില്ല, എല്ലാം മറിച്ച് വെച്ചിരിക്കും. അടുത്ത് നമുക്ക് ബെക്കിയുടെ ഔട്ട്ഫിറ്റ് നോക്കാം. 8:30 ആകുമ്പം ആ ബസ്സിന്റെ ഫ്രണ്ടിൽ ചെല്ലണം. അതിന് മുന്നേ നമ്മൾ എത്തും. ശരി, ടാറ്റ. ഫുഡ്, ഇവിടെ കുറേ ഫുഡിന്റെ കടയുണ്ട്. അപ്പം ഇതെല്ലാം ഇതൊരു കട. പേരെന്താ? ട്രൈബ്സ് ഇന്ത്യ. ഇത് ഗുജറാത്താണ് ഗൈസ്, ഗുജറാത്ത്. അമൂലിൻ്റെ ഐസ്ക്രീം ഉണ്ട്. നമുക്ക് ഐസ്ക്രീം വേണ്ട. ഗൈസ് ഇങ്ങോട്ട് നോക്കിയേ, ആരും നോക്കുന്നില്ല. ഒരുമിച്ച് കേറാം. പറഞ്ഞ എവിടെ എപ്പം വരുന്നത്? 7 ബ്രിഡ്ജ് കണ്ടോ ഗൈസ്? ഇതാണ് ബ്രിഡ്ജ്. നമുക്ക് ഇതിനെ മേലെ അറിയാലോ. ഇതാണ് ബ്രിഡ്ജ്, ഭയങ്കര വലിയ ബ്രിഡ്ജ്. പക്ഷെ ഞങ്ങൾക്ക് കയറാൻ അങ്ങോട്ട് പോയില്ല, ടിക്കറ്റ് ഇല്ല. എന്തിനാ ഫെയർ എന്നാ ഫീന്നാ പറയുന്നത്. ടിക്കറ്റ് ഇല്ല ഗൈസ്.
എന്ത് കഷ്ടമാണിത്. നമ്മളല്ലേ മറ്റേ ഗീതുവിന്റെ കല്യാണത്തിന് പറ്റി പിള്ളേർ വിചാരിച്ചു നമ്മളെന്താ വലിയ സംഭവങ്ങളൊന്നും. നമ്മള് വ്ളോഗൊക്കെ ചെയ്യാതപ്പം നമ്മൾ മറ്റേ സ്കൂളിൽ മുള്ളാഞ്ഞിരുന്ന ഓർമ്മയുണ്ടോ? ഏത് വീഡിയോ? ഗീതുവിന്റെ കല്യാണത്തിന്റെ വ്ളോഗ് ഇടാനാണ് ഇവര് പറയുന്നത്. ഇടണോ? പക്ഷെ അത് നൈസ് ഡേ ആയിരുന്നു. അന്ന് കൊറേ നടന്നില്ല നമ്മള്. പക്ഷെ അത് മറ്റേ കാശ്മീരിൽ നിന്ന് വരുന്ന പോലെ ആയിരുന്നു. ഇവിടെ വെയിറ്റ് ചെയ്യണം. അതെ, ഇത് കാണുന്നതിന് മുമ്പിൽ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ് കിട്ടി ഗൈസ്, നിങ്ങളുടെ ക്ലാസ് കിട്ടി. എന്തേലും പറ. വളരെ നല്ലൊരു സ്ഥലമാണ്. കുറെ ലൈറ്റും കുറെ കളറൊക്കെ ഉണ്ട്. എല്ലാം കളറായിട്ടാണ്. പിന്നെ എല്ലാം കളറായിട്ട് കാണുന്നത്. കണ്ടു ഗൈസ്, പടക്കം പൊട്ടി. ഞങ്ങൾ വന്ന അതെ, ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഒരു പബ്ജിയിലെ ഫ്ലെയർ ഗൺ അടിച്ച പോലെ ഒരു സാധനം കണ്ടായിരുന്നു. നമുക്കത് ഇതിൽ ആഡ് ചെയ്യാം. ഹിമ വീഡിയോ എടുത്തത് പെട്ടെന്ന്. അതെ, ഫ്ലാഷ് ബാക്ക്. എന്താ സാധനം? പബ്ജിയില് ഫ്ലെയർ ഗൺ അടിക്കുന്ന പോലെ ഉണ്ട്. അവിടെ തന്നെ നിൽക്കുന്നു. ഔട്ട്ഫിറ്റ് കണ്ടോ ഗൈസ്? ബെക്കിയുടെ അമ്മ എന്താ പറഞ്ഞ? സംതിങ് അബൌട്ട് അഹമ്മദാബാദ്. ഓക്കെ, പറയൂ. നമ്മളുടെ ആൾക്കാര് 2 ഹെൽമെറ്റും 2 ആൾക്കാരും മാത്രമേ വണ്ടിയിൽ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോ ഇവരും വിശ്വസിക്കില്ല. ഇവര് 3-4 പേരും ഹെൽമെറ്റ് ഇല്ലാണ്ട് ഹൈവേയിൽ കൂടെ പോയത് കണ്ടപ്പോ നമുക്കും വിശ്വസിക്കാം. അത്ര എനിക്ക് പറയാനുള്ളൂ. വിശ്വസിക്കാൻ പറ്റില്ല. അതാ കാര്യം, പ്രശ്നമാണ്. അതെ, ബാക്കി നടന്നോണ്ട് സംസാരിക്കാം. ഇപ്പൊ നടക്കും എല്ലാം കണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് സ്റ്റെപ്പ് അല്ലല്ലോ. അതെ, ബ്രിഡ്ജിന്റെ പേരെന്തായിരുന്നു? അട്ടൽ ബ്രിഡ്ജ്. ബ്രിഡ്ജ് നമ്മൾ റിവർ ഫ്രണ്ടിൽ പോയിട്ട് സൈക്കിൾ ചവിട്ടും. അതെ 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 അതെ. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഇതെല്ലാം നമ്മുടെ പിള്ളേരാണ് ഗൈസ്. നമുക്കപ്പം പോയി ബ്രിഡ്ജ് കണ്ടിട്ട് വരാം. അവിടെ എന്തോ ടിക്കറ്റ് എന്തോ എടുക്കണം. അപ്പം ടിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഇത്രയും പോസ്റ്റ് ഇവിടെ. നമ്മളിങ്ങനെ ബ്രിഡ്ജിനകത്ത് കയറി. അതെ, നീലയുണ്ട്. കണ്ടോ, മുഖത്തൊക്കെ ലൈറ്റ്സ് അടിക്കുന്നു. കണ്ടോ ഗൈസ്? നൈസ് ആയിട്ടുണ്ട്. എന്ത് കഴിച്ചാടാ? ഇതെന്ത് പറയാ, ഇതൊരു വലിയൊരു കളകണ്ടോ? അവന്തിക യോഗ്യതയുണ്ട്. കുപ്പി താഴെ കോപ്രായം കാണിക്കുന്നു. കൊള്ളാല്ലേ? അതെ, ലൈറ്റ് ഒക്കെ നോക്കണം. ലൈറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഇതൊന്നും തന്നെ നമ്മൾ വീഡിയോ കോൾ ആക്കി തന്നിരിക്കണം. മാറ്റാൻ പറ്റൂല. ഇല്ല, ക്യാമറ വെച്ചോണ്ട് ഫോട്ടോ ഇവിടെ നീല, മഞ്ഞ പോലത്തെ ഒരു മഞ്ഞ, പച്ച മഞ്ഞ, ചുവപ്പ് മഞ്ഞ, നീല കൊറേ കളറുണ്ട്. ഇത് കൊള്ളാട്ടോ, സ്ഥലം കൊള്ളാം. ഓക്കെ, ഞങ്ങൾ ഇന്നിൽ സാറ്റിസ്ഫൈഡ് ആണ്. ആക്ച്വലി ഒരു 6.3. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗായിരുന്നു. സെക്കൻഡ് ഹാഫ് വാച്ചബിൾ ആണ്. ഓക്കെയാണ്. കുറച്ചും കൂടി സ്ക്രീൻ പ്ലേയിലൊക്കെ മാറ്റം വരുത്തി അടിപൊളിയാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ പ്രശ്നമില്ല. ഇപ്പം എല്ലാം പറഞ്ഞ പോലെ ഇനി ഞങ്ങള് സൈക്കിള് ചവിട്ടാൻ പോവാണ്. അല്ലേ ബെക്കി? താഴോട്ട് പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ സൈക്കിൾ ചവിട്ടും. എന്ത് ചവിട്ടും? ഞങ്ങൾ സൈക്കിൾ ചവിട്ടിയിട്ടുണ്ട്. കുറച്ച് കാശ് വേണമെന്നാ പറഞ്ഞു.
എത്ര കാശ് കാശാവും അറിയാം, അത് ഹിമയുടെ തീരുമാനം പോലെ കാശ് കൂടുതലാണെങ്കിൽ ഗൈസ് നല്ല വ്യൂ ഉണ്ട്. സുന്ദരൻ ഗൈസ് ഒരു ഹസ്കിയാണ് ഗൈസ്. അത് ഹസ്കി അല്ലേ? അതെ കണ്ടോ ഹസ്കി. കൊണ്ട് കുട്ടിയെ പിടിക്കാൻ ഇറങ്ങിയ പട്ടിക്കുട്ടി. പട്ടിയെ കൊണ്ട് കുട്ടികളെ പിടിക്കാൻ ഇറങ്ങിയ ഒരു പൊട്ടൻ. ബാക്കിലാ? ഞാൻ ഇങ്ങനെ ഇരുന്ന് എടുക്കണോ? ഞാൻ നോക്കിയിട്ട് നിങ്ങളെ കണ്ടില്ല. ഇപ്പൊ ആക്ച്വലി വീഡിയോ പോവാണ്. നിങ്ങൾ ഫ്രണ്ടിൽ പോവോ? ഫ്രണ്ടിൽ പോവോ? ആ ഫ്രണ്ടിൽ പോ. ഇതുങ്ങളെ ഞാൻ തിരിഞ്ഞെടുക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? അയ്യോ ഭയങ്കര പാടാണ് ഗൈസ്. ബാക്കില് അവരെന്ത് വേറെ നോക്കി ഓടുക്ക്. അങ്ങനെ ആർദ്ര ഒരു ഫേവറേറ്റ് സാധനം മേടിച്ച് നമുക്ക് നോക്കാം. ഞാനല്ല മേടിച്ച, പക്ഷെ എല്ലാരും പറയുന്ന അത്ര ബോറല്ല, കഴിക്കാം. ഒന്നും പേരെന്താ നിങ്ങൾ കഴിക്കില്ല അങ്ങനെയൊന്നുമില്ല, കഴിക്കാം. ഡോക്ല ഗുജറാത്തിയുടെ സ്പെഷ്യൽ ഫുഡാണ്. ഒരു ഇഡ്ലി വൈബ്. ഇതെന്താ സാധനം? എന്തോ മുളകറി. മുളകറി ഇഡ്ലി കുറച്ച് പഴയ കളറിലിരിക്കുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇവിടെ പറഞ്ഞു കഴിച്ചെല്ലാരും തന്നെ കൊള്ളു. സത്യമായിട്ട് എനിക്കും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഡോക്ല? ഇറക്കാൻ പറ്റുമോ? കഴിക്കാനൊക്കെ പറ്റും, ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവരെ നമ്മൾ ട്രൈ ചെയ്യാത്ത ഒരു മുളക് പൊടി എന്തിനാണ് നിങ്ങൾ മനസ്സിലായത്? മുളക് പൊടി എരിയുന്നോ? അതില്ലാതെ കഴിച്ചു നോക്ക്. ഇഡലി പ്യുവർ ഇഡലി ആണെന്നാ ഗൈസ് പറയുന്നത്. അയ്യോ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ഹിമ എന്തി? ചായ വാങ്ങാം. ഹിമ ചായ വാങ്ങാം. അപ്പൊ ഞങ്ങള് ഒരു ചന്ന ഭട്ടൂരയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിനിയും എപ്പോ വരുമോന്ന് അറിയത്തില്ല. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതാ ഈ ചേട്ടൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ ചേട്ടനല്ല, അതിന്റെ സൈഡിൽ ഒരു ചേട്ടൻ കൈ കാണുന്നുണ്ടോ? ആ ചേട്ടൻ ഉണ്ടാക്കുക. അപ്പം വെയിറ്റ് ചെയ്യുക. ആർദ്രയുടെ എക്സ്പ്രഷൻ കുടിച്ച് തീർത്തടോ. 10 രൂപക്ക് 3 ചായ കുടിക്കാം. ചോലെ ഭട്ടൂര വന്നു. മുളക് പൊടി ഇവിടത്തെ എല്ലാത്തിനും കൂടുതലാ. മുളക് പൊടിയുടെ എസെൻസ് അറിയാം. എസെൻസ് അറിയാണ്ട് ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. എടുക്കണം. കഴിച്ചില്ലേ? കഴിച്ചില്ലേ? എന്റെ മെസ്സിൽ പോയാൽ ഐ മിസ് ചോറ് ഗൈസ്. മട്ടയരിയും നല്ല മീൻകറിയും. ഡ്രൈവർ ഉറങ്ങാൻ വരുന്ന സീറ്റാണ് രാത്രി. അതും വെച്ച് തിരുമ്പി വെച്ചങ്ങ് ഉറങ്ങിക്കോ. ആരാ പറഞ്ഞേ? പ്രഭു